ബാങ്ക് ഇത്തവണ ചരിത്രത്തിലെ ഏറ്റവും വലിയ ലാഭം സ്വന്തമാക്കുമെന്ന് സഹകരണ മന്ത്രി വി.എൻ. വാസവൻ. കമ്മീഷനിംഗിന് മുമ്പ് തന്നെ വലിയ വളർച്ച രേഖപ്പെടുത്തിയ വിഴിഞ്ഞം തുറമുഖം രാജ്യത്തെ ഏറ്റവും മികച്ച തുറമുഖമാകുമെന്ന പ്രതീക്ഷയും മന്ത്രി പങ്കുവച്ചു. നാല് വർഷത്തിനുള്ളിൽ ഞാൻ കൈകാര്യം ചെയ്തു വന്നിരുന്ന വകുപ്പുകളിലെല്ലാം തെരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിൽ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ച പ്രകടന പത്രിക കേന്ദ്രീകരിച്ച് ആ വാഗ്ദാനങ്ങൾ നടപ്പാക്കുന്ന രംഗത്താണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത്. അതിൽ സഹകരണ വകുപ്പെടുത്താൽ ആ മേഖലയിൽ നിലനിന്നിരുന്ന ഒട്ടനവധി അനാഭിലഷണീയമായ പ്രവണതകൾ അവസാനിപ്പിക്കാൻ കഴിയുന്ന രൂപത്തിലേക്കുള്ള ഒട്ടനവധി നടപടികൾക്ക് ഈ കാലഘട്ടത്തിൽ ആ വകുപ്പ് സാക്ഷ്യം വഹിച്ചു. അതിലൊന്ന് 1969 ഉണ്ടായിരുന്ന നിയമം സമഗ്രമായി ഭേദഗതി ചെയ്ത് 57 ഭേദഗതികൾ കൊണ്ടുവന്ന് കാലോചിതമായി ഭരണപക്ഷവും പ്രതിപക്ഷവും ചേർന്ന് യോജിച്ചു പാസാക്കിയ അപൂർവ ബില്ലുകളിൽ ഒന്നാക്കി അതിനെ മാറ്റി. 2, നിലവിലുണ്ടായിരുന്ന നിക്ഷേപ ഗ്യാരണ്ടി സ്കീം 2 ലക്ഷം രൂപയായിരുന്നു ലിക്വിഡേഷനിൽ പോകുന്ന ഒരു സംഘത്തിന് മുമ്പ് കൊടുത്തുകൊണ്ടിരുന്നത്. അത് മാറി ഏതെങ്കിലും ഒരു സംഘത്തിൽ ക്രൈസിസ് വന്നാൽ ഒരു നിക്ഷേപകന് 5 ലക്ഷം രൂപ വരെ കൊടുക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് നിയമം ഭേദഗതി ചെയ്ത് അത് ഉത്തരവാക്കി. 3, ഇപ്പോൾ പുതിയതായി കൊണ്ടുവന്ന നിയമത്തിൽ ഏതെങ്കിലും ഒരു സഹകരണ സംഘം പ്രതിസന്ധിയിലേക്ക് വന്നാൽ അവരെ കൈപിടിച്ചുയർത്താൻ കഴിയുന്ന രൂപത്തിലുള്ള പുനരുദ്ധാരണ നിധി ആ നിയമത്തിൽ വ്യവസ്ഥ ചെയ്തിരുന്നു. അതിന് പ്രധാനമായും നോംസ് എല്ലാം ഉണ്ടാക്കി. അതും ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഉത്തരവാക്കി. മറ്റൊന്ന്, കോവിഡ് കാലഘട്ടത്തിൽ ഞങ്ങൾ അധികാരത്തിൽ വരുന്ന കാലം കോവിഡാണ്. ആ കോവിഡ് കാലഘട്ടത്തിൽ കമ്മ്യൂണിറ്റി കിച്ചണെല്ലാം നടപ്പാക്കുന്നതിന് വേണ്ടിയും എല്ലാ രൂപത്തിലും പ്രാഥമികമായി ഇടപെട്ടുകൊണ്ട് നാട്ടുംപ്രദേശത്ത് ഏറ്റവും കൂടുതൽ സഹായവുമായി ഓടിയെത്തിയത് സഹകരണ മേഖലയായിരുന്നു. മറ്റൊന്ന്, വെള്ളപ്പൊക്ക കാലഘട്ടത്തിൽ സഹകരണ മേഖലയിൽ സംവിധാനം ചെയ്ത കെയർ ഹോം പദ്ധതിയാണ്. 2300ഓളം ആളുകൾക്ക് സൗജന്യമായി വീട് നിർമ്മിച്ചു കൊടുക്കാൻ ഈ കാലഘട്ടത്തിൽ സഹകരണ മേഖലയ്ക്ക് കഴിഞ്ഞിരിക്കുന്നു എന്നത് അഭിമാനകരമായ സാഹചര്യമാണ്. ഇപ്പോഴും 4 പ്രോജക്റ്റുകൾ ഓൺഗോയിങ് ആണ്. മറ്റൊന്ന്, ഈ അടുത്ത കാലത്ത് വയനാട് ദുരന്തമുണ്ടായപ്പോൾ ആ ദുരന്തമുഖത്തും 5 കോടിയിൽ പരം രൂപ വായ്പ ഉണ്ടായിരുന്ന മുഴുവൻ എഴുതിത്തള്ളാൻ തീരുമാനിച്ച് മാതൃക കാട്ടിയത് സഹകരണ മേഖലയാണ്. മുറ്റത്തെ മുല്ല എന്ന് പറയുന്ന വായ്പാ പദ്ധതി മുമ്പ് ആരംഭിച്ചത് കുടുംബശ്രീ അയൽക്കൂട്ടം വഴി നമ്മുടെ സംസ്ഥാനത്ത് കോവിഡ് കാലഘട്ടത്തിലും അതിനുശേഷമുള്ള സന്ദർഭങ്ങളിലും ഏറ്റവും കൂടുതൽ എല്ലാ ജില്ലകളിലും സാധാരണ കുടുംബശ്രീ അയൽക്കൂട്ടങ്ങൾക്ക് മറ്റൊരു തരത്തിലുള്ള ഈടുമില്ലാതെ ആദ്യം 10 ലക്ഷം രൂപ, പിന്നെ 15 ലക്ഷം, ഇപ്പോൾ 25 ലക്ഷം രൂപ വരെ വായ്പ നൽകുന്ന കുടുംബശ്രീ അയൽക്കൂട്ടങ്ങൾ ഉൾക്കുന്ന സംവിധാനം കേരളത്തിലൊരുക്കി 6000 കോടി രൂപ ഇതിനോടകം തന്നെ സഹകരണ മേഖല ആ രംഗത്ത് വായ്പ നൽകിക്കഴിഞ്ഞിരിക്കുന്നു എന്ന അഭിമാനകരമായ സാഹചര്യം ചൂണ്ടിക്കാണിക്കും. മറ്റൊന്ന്, കേരള ബാങ്കിന് 823 ശാഖകളുമായി ഇന്ത്യയിലെ തന്നെ നമ്പർ 1 സംസ്ഥാന സഹകരണ ബാങ്കായി കേരള ബാങ്കിനെ ഉയർത്താൻ കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ കേരളത്തിൽ 45 ബാങ്കുകളാണ് പേരിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ 5 ബാങ്കുകളാണ് 50,000 കോടിക്ക് മുകളിൽ വായ്പ കൊടുത്തിട്ടുള്ളത്. അതിലൊന്ന് കേരള ബാങ്കാണ്. ആ കേരള ബാങ്ക് മുഖാന്തരം ഏറ്റവും കൂടുതൽ MSME വായ്പകൾ നൽകിയിട്ടുള്ളത് കേരള ബാങ്കാണ്. അതുപോലെ തന്നെ അഗ്രികൾച്ചർ മേഖലയിലേക്ക് അവർ നൽകിയ വായ്പയുടെ ഫലമായി ഇപ്പോൾ ആകെ വായ്പയുടെ 25% കാർഷിക മേഖലയ്ക്ക് നൽകി നല്ല രൂപത്തിലുള്ള പുരോഗതി കേരള ബാങ്ക് ഉറപ്പാക്കിയിരിക്കുന്നു. വിഴിഞ്ഞം തുറമുഖത്തിന്റെ 1ാം ഘട്ടം ഇപ്പോൾ 2024 ഡിസംബർ 3 കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് തന്നു കഴിഞ്ഞു. 2ാം ഘട്ടത്തിന് 2, 3, 4 ഘട്ടത്തിന്റെ എഗ്രിമെന്റ് അദാനിയായി ഗവൺമെന്റ് ഒപ്പിട്ടു. അതനുസരിച്ച് 2028 വിഴിഞ്ഞം തുറമുഖം പൂർണ്ണതയിലെത്തിക്കണം എന്നാണ് കരാർ. അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുന്നു. ഇപ്പം തന്നെ ഏതാണ്ട് 227 ഷിപ്പുകൾ വന്നു കഴിഞ്ഞിരിക്കുന്നു. 4,60,000 പരം കണ്ടെയ്നർ വന്നു കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ കമ്മീഷൻ നടക്കുന്നതിന് മുമ്പ് തന്നെ ഇത്രത്തോളം എത്തിയപ്പോൾ ഫെബ്രുവരി മാസത്തിൽ മാത്രം 40 ഷിപ്പും 78,816 ഷിപ്പും കണ്ടെയ്നറും വന്നപ്പോൾ ഇന്ത്യയിലെ നമ്പർ 1 തുറമുഖമായി അത് മാറി. ദേവസ്വം വകുപ്പ് ചുരുങ്ങിയ കാലഘട്ടമായുള്ള എൻ്റെ കയ്യിൽ വന്നതിനിടയ്ക്ക് ആദ്യം തന്നെ ഏറ്റെടുക്കേണ്ടി വന്നത് ശബരിമലയായിരുന്നു. അതൊരു പക്ഷേ ഇതുവരെയുള്ള തീർത്ഥാടന കാലഘട്ടത്തിൽ ഒരു പരാതിയില്ലാതെ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ അവിടെ വന്ന മുഴുവൻ ഭക്തർക്കും ദർശനം ഉറപ്പാക്കി 53,60,000 പേർക്ക് ദർശനം ഉറപ്പാക്കിയ വർഷമാണ് ഇപ്പോൾ കഴിഞ്ഞുപോയത്. ഇപ്പോൾ ശബരിമലയ്ക്ക് ഇങ്ങോട്ടൊരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി 1,003 കോടി രൂപയുടെ പുതിയ വികസനം ശബരിമല നടപ്പാക്കാൻ പോവുകയാണ്. റോപ്പ് വേ ശബരിമലയ്ക്ക് വേണ്ടി ആദ്യമായി നടപ്പാക്കാൻ പോവുകയാണ്. തൃശൂർ പൂരം ഉൾപ്പെടെയുള്ള ഉത്സവങ്ങൾ
ഭംഗിയായും ഫലപ്രദമായും നടത്തുന്നതിന് വേണ്ടി ഇതിനോടൊപ്പം തന്നെ ഞങ്ങൾ തയ്യാറെടുത്തു കഴിഞ്ഞു. അങ്ങനെ പൊതുവിൽ ദേവസ്വം വകുപ്പിൽ ഈ കാലഘട്ടത്തിൽ ഉയർന്നു വന്ന ഉത്സവങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ പരാതിരഹിതമായി പരിഹരിക്കാൻ കഴിഞ്ഞ പൊതുവെയുള്ള സ്ഥിതിയാണ് ഉള്ളതെന്ന കാര്യം സൂചിപ്പിക്കും.